നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നത് ഇസഡെന്നിലുള്ള അഡീഷൻ്റെ പ്രോപ്പർട്ടീസാണ്. കുറച്ച് പ്രോപ്പർട്ടീസാണ് അഡീഷൻ്റെ മാത്രമല്ല, മൾട്ടിപ്ലിക്കേഷൻ, അഡിറ്റീവ് ഇൻവേഴ്സ് യുണീക്കാണ്. അതേപോലെ അഡീഷനിൽ അല്ലെങ്കിൽ കുറച്ച് എലമെൻറ്റ്സ് ഇസഡെന്നിൽ കാണുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞിരുന്നു. ക്യാൻസലേഷൻ ലോ ഹോൾഡ് ചെയ്യുന്നില്ല എന്നുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഇസഡെൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷനിലുള്ള രണ്ട് കാര്യങ്ങളാണ്. മെയിനായിട്ട് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ, ഇസഡെന്നിലെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് ഡെഫിനേഷൻസും ഒരു പ്രപ്പോസിഷനുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. സോ മെയിനായിട്ട് നമുക്ക് പറയാനുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഡിവൈസർ ഓഫ് സീറോ എന്ന് പറയുന്ന ഡെഫിനിഷനാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. ഓക്കെ, ഡിവൈസർ ഓഫ് സീറോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇസഡെൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റിജർ മോഡുലോ എൻ ക്ലാസ് ആണെന്ന് പറയാണ്. സപ്പോസ് അതെന്താണെന്നുള്ളതൊക്കെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇസഡെൻ എന്ന് പറയുന്നതിന് 0n 1n എക്സെട്ര n-1n എന്ന് പറയുന്ന ക്ലാസ്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് ഓൾ കോൺഗ്രുവൻസ് ക്ലാസ്സസ് 0n 1n എക്സെട്ര n-1n എന്ന് പറയുന്നത്. ഓക്കെ, ഇസഡെന്നിലെ രണ്ട് എലമെൻറ്റ്സ് ആണ് നമുക്ക് an എന്ന് പറയുന്നതും bn എന്ന് പറയുന്നതും എന്ന് വിചാരിക്കുക. ഓക്കെ, an ആൻഡ് bn ഓർ വേണ്ട, an എന്ന് പറഞ്ഞ് നമുക്ക് കണ്ടാലും മതി. നമുക്ക് ഒരു ഡെഫിനിഷൻ ആദ്യം പറയാനുള്ളതിന് നമ്മൾ a എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുകയാണ്. സപ്പോസ് there exists an congruence class an in this Zn. A congruence modulo n എന്ന് പറയുന്ന ഒരു കോൺഗ്രുവൻസ് ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക Zn-ൽ. ഓക്കെ, അതിനെ ഏതെങ്കിലും ഒരു bn കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഫോർ സം കോൺഗ്രുവൻസ് ക്ലാസ് bn, ഇതിലുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രുവൻസ് ക്ലാസ് bn കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 0n ആണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മോഡുലസ് ക്ലാസ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ദിസ് ഇസ് ABN ആണ്, വിച്ച് ഈസ് നത്തിങ് ബട്ട് 0n ആണ്. അതായത് 0n-ൻ്റെ അതേ കോൺഗ്രുവൻസ് ക്ലാസ്സിലുള്ള ഒരു എലമെൻ്റ് ആണ് AB എന്ന് പറയുന്നത് നമുക്ക് കിട്ടണമെങ്കിൽ, ഓക്കെ, ഫോർ സം കോൺഗ്രുവൻസ് ക്ലാസ്, അങ്ങനെ ഏതെങ്കിലും ഒരു BN എന്ന് പറയുന്ന ഒരു കോൺഗ്രുവൻസ് ക്ലാസ് ഉണ്ടെങ്കിൽ ദെൻ നമ്മൾ AN, അതായത് കോൺഗ്രുവൻസ് ക്ലാസ് AN-നെ നമ്മൾ വിളിക്കും ഡിവൈസർ ഓഫ് സീറോ. ഡിവൈസർ ഓഫ് സീറോ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കും. ഓക്കെ, ഡിവൈസർ ഓഫ് സീറോ. സോ പ്രൊഡക്റ്റ് ഓഫ് എ കോൺഗ്രുവൻസ് ക്ലാസ് ടു അനദർ കോൺഗ്രുവൻസ് ക്ലാസ് BN ഇസ് ഈക്വൽ ടു 0n. അപ്പോൾ ABN എന്ന് പറയുന്നതും 0n എന്ന് പറയുന്നതും രണ്ടും കോൺഗ്രുവൻസ് ക്ലാസ് ഈക്വലായി വന്നു കഴിഞ്ഞാൽ നമ്മൾ AN-നെ എന്തായിട്ട് നമ്മൾ വിളിക്കും? ഡിവൈസർ ഓഫ് സീറോ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കും. അതുപോലെ തന്നെ BN-നെ നമുക്ക് ഡിവൈസർ ഓഫ് സീറോ എന്ന് പറഞ്ഞ് നമുക്ക് വിളിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു കോൺഗ്രുവൻസ് ക്ലാസ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 0 1 2 3 എക്സെട്ര അപ് ടു n-1, പിന്നെ അടുത്തത് n+1 n+2 അങ്ങനെ പോയി എല്ലാ നമ്പേഴ്സ് ഇൻറ്റിജേഴ്സിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഗ്രൂപ്പ് ചെയ്യാൻ സാധിക്കും. എല്ലാ ഇൻറ്റിജേഴ്സിനെയും ഗ്രൂപ്പ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെയൊക്കെ റെപ്രസെൻറ്റേറ്റീവ് ആണ് 0 1 2 3 എക്സെട്ര n-1. അതിലെ ആ ഗ്രൂപ്പുകളുടെ ലീഡേഴ്സിനെയാണ് നമ്മൾ n-1 എന്ന് നമ്മൾ പറയുന്നത്. ഈ n-1 ഓരോ കോൺഗ്രുവൻസ് ക്ലാസ്, ഇങ്ങനത്തെ ഓരോ കോൺഗ്രുവൻസ് ക്ലാസ്സുകളുടെയും കൂടെയും കളക്ഷൻ, ഇങ്ങനത്തെ ഒരു ക്ലാസ്, അടുത്തൊരു ക്ലാസ്, ഈ കളക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് Zn എന്ന് പറയുന്നത്. സോ Zn ഇസ് എ കളക്ഷൻ ഓഫ് ദീസ് ക്ലാസസ് ഓർ കളക്ഷൻ ഓഫ് ദീസ് ഗ്രൂപ്പ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു AN എന്ന് പറയുന്ന ഒരു കോൺഗ്രുവൻസ് ക്ലാസ്സും അല്ലെങ്കിൽ A എലമെൻ്റ് ഉള്ളൊരു കോൺഗ്രുവൻസ് ക്ലാസ്സും B എലമെൻ്റ് ഉള്ളൊരു കോൺഗ്രുവൻസ് ക്ലാസ്സും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ A-ൻ്റെയും BN-ൻ്റെയും പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു കോൺഗ്രുവൻസ് ക്ലാസ് ആണ് കിട്ടണമെങ്കിൽ ദെൻ A ഈസ് കോൾഡ് എ ഡിവൈസർ ഓഫ് സീറോ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഡിവൈസർ ഓഫ് സീറോ ആണെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇഫ് AN ഈസ് നോട്ട് എ ഡിവൈസർ ഓഫ് സീറോ, ഓക്കെ, ഇഫ് AN ഈസ് നോട്ട് എ ഡിവൈസർ ഓഫ് സീറോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും AN.BN എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടില്ല? AN.BN എന്ന് പറയുന്നത് 0n ആയിട്ട് നമുക്ക് കിട്ടില്ല. അതായത് ഇങ്ങനത്തെ ഒരു BN എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ദെൻ ദ ക്യാൻസലേഷൻ ലോ ഹോൾഡ്സ്. ക്യാൻസലേഷൻ ലോ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. AN/BN ഇസ് ഈക്വൽ ടു AN/CN എന്ന് പറഞ്ഞ് എഴുതുകയാണെങ്കിൽ ദെൻ BN ഇസ് ഈക്വൽ ടു CN എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ ക്യാൻസലേഷൻ ലോ എന്ന് പറയുന്ന രീതിയിൽ എഴുതുന്നത്.
അതായത് പ്രൊഡക്റ്റിൽ ഉള്ള കോമൺ വാല്യൂസ് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ സാധിക്കുന്നു. ഓക്കെ, എ എൻ ഡോട്ട് ബി എൻ ഇസ് ഈക്വൽ ടു എ എൻ ഡോട്ട് സി എൻ ആണെങ്കിൽ ദെൻ ബി എൻ ഈസ് ഈക്വൽ ടു സി എൻ എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കും. അതാണ് നമ്മൾക്ക് എന്തെന്ന് പറയുന്നത്, ക്യാൻസലേഷൻ ലോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്യാൻസലേഷൻ ലോ ഹോൾഡ് ചെയ്യണമെങ്കിൽ, ക്യാൻസലേഷൻ ലോ എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, എ എൻ മസ്റ്റ് നോട്ട് ബി എ ഡിവൈസർ ഓഫ് സീറോ. അതായത് എ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതുപോലൊരു ബി എൻ എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യരുത്, സച്ച് ദാറ്റ് എ എൻ ബി എൻ ഇസ് ഈക്വൽ ടു സീറോ എൻ. ഇതുപോലത്തെ ഒരു ബി എൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ദാറ്റ് ഈസ് ഇഫ് എ ഈസ് നോട്ട് എ സീറോ ഡിവൈസർ അല്ലെങ്കിൽ ഡിവൈസർ ഓഫ് സീറോ, ദെൻ വാട്ട് ക്യാൻ യു സേ, ക്യാൻസലേഷൻ ലോ എന്ത് ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നു. ക്യാൻസലേഷൻ ലോ ഹോൾഡ് ചെയ്യും. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. കാരണം എ എൻ ഡോട്ട് ബി എൻ ഈക്വൽ ടു എ എൻ ഡോട്ട് സി എൻ ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, ഈ ക്യാൻസലേഷൻ ലോ ഹോൾഡ് ചെയ്യുന്നതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പ്രൂഫ് ചെയ്യാനുള്ളത് എന്താണ്, അങ്ങനെയാണെങ്കിൽ ഈ ഒരു വാല്യൂയിലേക്ക് നമുക്ക് എത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എ എൻ ഡോട്ട് ബി എൻ ഈസ് ഈക്വൽ ടു എ എൻ ഡോട്ട് സി എൻ എഴുതാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്കിതിനെ എ എൻ ഡോട്ട് ബി എൻ മൈനസ് എ എൻ ഡോട്ട് സി എൻ ഇസ് ഈക്വൽ ടു സീറോ എൻ എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കും നമുക്ക്, അല്ലേ? നമുക്ക് എ എൻ ഡോട്ട് സി എന്നിൻ്റെ നെഗറ്റീവ് കൊണ്ട് അല്ലെങ്കിൽ ഇൻവേഴ്സ്, അഡിറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സേ എ എൻ ഡോട്ട് ബി എൻ മൈനസ് എ എൻ ഡോട്ട് സി എൻ ഈസ് ഈക്വൽ ടു സീറോ എൻ എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിൽ നിന്ന്, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇസഡ് എന്നിൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും, എ എൻ ഡോട്ട് ബി എൻ മൈനസ് സി എൻ ഇസ് ഈക്വൽ ടു സീറോ എൻ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും ബൈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ദാറ്റ് ഹോൾഡ്സ് ഇൻ ഇസഡ് എൻ. ഇസഡ് എന്നിൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നത് കാരണം നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും, ഈ ഇക്വേഷനിൽ നിന്ന് എ എൻ കോമൺ ആയിട്ട് എടുക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ സാധിക്കും, എ എൻ ഡോട്ട് ബി എൻ മൈനസ് സി എൻ ഇസ് ഈക്വൽ ടു സീറോ എൻ. അങ്ങനെയാണെങ്കിൽ ബി എൻ മൈനസ് സി എൻ എന്ന് പറയുന്നതായിരിക്കും സീറോ എൻ ഉണ്ടാവുക. കാരണം എ എൻ എന്ന് പറയുന്നത് സീറോ ഡിവൈസർ അല്ല. സീറോ ഡിവൈസർ അല്ലാത്തത് കാരണം ഇതുപോലെ ഒരു നോൺ സീറോ ബി എൻ എന്ന് പറയുന്നത് ഇവിടെ എക്സിസ്റ്റ് ചെയ്യില്ല. അതായത് ബി എൻ എന്ന് പറയുന്നത് നോൺ സീറോ ആയിട്ട് കിട്ടുകയില്ല എന്നുള്ളതാണ് സീറോ ഡിവൈസർ അല്ല എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ, അല്ലേ? സീറോ ഡിവൈസർ ആണെങ്കിൽ എ എൻ ഡോട്ട് ബി എന്നിൻ്റെ ഒരു നോൺ സീറോ ഡിവൈസർ ആയിട്ട്, അല്ലെങ്കിൽ നോൺ സീറോ ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നോൺ സീറോ വാല്യൂ അല്ലെങ്കിൽ സീറോ വാല്യൂ കിട്ടാനായിട്ട് ഒരു നോൺ സീറോ ബി എൻ ഉണ്ടാകണം. ഇവിടെ നമ്മളുടെ സീറോ ഡിവൈസർ അല്ലാത്തത് കാരണം നമുക്ക് എന്ത് പറയാൻ സാധിക്കും, ഇവിടെ ബി എൻ ഡോട്ട് സി എൻ ഇസ് ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കും, ഈക്വൽ ടു സീറോ എൻ. അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ബി എൻ ഡോട്ട് സി എൻ എന്ന് പറയുന്നത് സീറോ എൻ അല്ലെങ്കിൽ ഇതൊരു നോൺ സീറോ വാല്യൂ ആണെങ്കിൽ എ എൻ ഡോട്ട് സം നോൺ സീറോ ക്ലാസ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എ എൻ എന്ന് പറയുന്നത് എന്ത് വരും, സീറോ ഡിവൈസർ വരും. അപ്പോൾ സീറോ ഡിവൈസർ ഹോൾഡ് ചെയ്യില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ സീറോ ഡിവൈസർ അല്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തേക്കുന്ന അസംഷൻ. അതുകൊണ്ട് തന്നെ ബി എൻ ഡോട്ട് സി എൻ ഇസ് ഈക്വൽ ടു സീറോ എൻ എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കും. ഓർ അവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും, ബി എൻ ഡോട്ട് സി എൻ ഇസ് ഈക്വൽ ടു സീറോ ഇംപ്ലൈസ് ബി എൻ ഇസ് ഈക്വൽ ടു സി എൻ. കാരണം ബി എൻ എന്ന് പറയുന്ന കോൺഗ്രുവൻസ് ക്ലാസ്സും സി എൻ എന്ന് പറയുന്ന കോൺഗ്രുവൻസ് ക്ലാസ്സും രണ്ടും ഈക്വൽ ആണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ബിക്കോസ് ബി എന്നിൻ്റെ കോൺഗ്രുവൻസ് ക്ലാസ് മൈനസ് സി എൻ്റെ കോൺഗ്രുവൻസ് ക്ലാസ് എന്ത് കിട്ടും, ഐഡൻറ്റിറ്റി കോൺഗ്രുവൻസ് ക്ലാസ് കിട്ടുന്നു. സോ ദാറ്റ് മീൻസ് ബി എൻ ഈസ് ഈക്വൽ ടു സി എൻ. സോ നമ്മളിപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങിയത്, എ എൻ ഡോട്ട് ബി എൻ ഈസ് ഈക്വൽ ടു എ എൻ ഡോട്ട് സി എൻ എന്നതിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അവിടെ നിന്ന് തുടങ്ങി നമ്മൾ എന്തിലേക്ക് എത്തി, ബി എൻ ഈസ് ഈക്വൽ ടു സി എൻ എന്ന് പറഞ്ഞ് കിട്ടി. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം, ഇതെന്താണ് പ്രൂവ് ചെയ്യുന്നത്, ക്യാൻസലേഷൻ ലോ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ള പ്രൂഫാണിത്. ഓക്കെ, സോ ക്യാൻസലേഷൻ ലോ ഹോൾഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, എ എൻ എന്ന് പറയുന്നത് സീറോ ഡിവൈസർ ആവരുത് എന്ന് പറഞ്ഞാൽ സീറോ ഡിവൈസർ അല്ലെങ്കിൽ ക്യാൻസലേഷൻ ലോ ഹോൾഡ് ചെയ്യണം. ക്യാൻസലേഷൻ ലോ ഹോൾഡ് ചെയ്യണമെങ്കിൽ എന്തായാലും എന്ത് വേണം, എ എൻ സീറോ ഡിവൈസർ ആവരുത്. എ എൻ സീറോ ഡിവൈസർ അല്ലെങ്കിൽ ക്യാൻസലേഷൻ ലോ ഹോൾഡ് ചെയ്യും. അതാണ് ആദ്യത്തെ ഒരു പ്രോപ്പർട്ടി, ഒരു നോട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത്. അടുത്തൊരു ഡെഫിനേഷൻ നമ്മൾ പറയുന്നത്, ഓക്കെ, സീറോ ഡിവൈസർ അല്ലെങ്കിൽ ഡിവൈസർ ഓഫ് സീറോ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നു. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് വേറൊരു ഡെഫിനിഷനാണ്. എ എൻ എന്ന് പറയുന്നത് ഒരു കോൺഗ്രുവൻസ് ക്ലാസ് ആണെന്ന് വിചാരിക്കാം. ഇനി എ എൻ ഡോട്ട് ബി എൻ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1n. 1n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 1n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോൺഗ്രുവൻസ് ക്ലാസ്. 1 എന്ന് പറയുന്ന റെപ്രസെൻറ്റേറ്റീവ് ഉള്ള കോൺഗ്രുവൻസ് ക്ലാസ്, 1 എന്ന് പറയുന്ന ഗ്രൂപ്പാണ് നമ്മുടെ 1n എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ 1n എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഓക്കെ, ആ 1n ആണെങ്കിൽ ഫോർ സം ബി എൻ, ഫോർ സം നോൺ സീറോ ബി എൻ
ആ ബി എൻ എന്ന് പറയുന്ന നോൺ സീറോ ആയാലും കുഴപ്പമില്ല. ഫോർ സം നോൺ സീറോ ബി എൻ or for some congruence class Bn, if an dot Bn is equal to 1n, then an is said to have a multiplicative inverse, that is Bn is the multiplicative inverse of an. Multiplicative inverse of an. നമ്മൾ ഓൾറെഡി അഡിറ്റീവ് ഇൻവേഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഏതായിരുന്നു? അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an പ്ലസ് മൈനസ് an ഇസ് ഈക്വൽ ടു 0n ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓക്കെ, അതുപോലെ നമ്മൾക്ക് ഇവിടെ മൾട്ടിപ്ലിക്കേറ്റ് ചെയ്ത് അഡിറ്റീവ് ഇൻവേഴ്സ് ആയിരുന്നു. നമുക്കിവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണുള്ളത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an ഡോട്ട് ബി എൻ ഈസ് ഈക്വൽ ടു 1n ആവുന്നതിനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് an എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പൽ, നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നതിനെ നമ്മൾ ഇങ്ങനെ എഴുതും, an ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് എഴുതും, അതായത് റേസ് ടു -1. ദിസ് ഈസ് ജസ്റ്റ് എ നൊട്ടേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു an-ൻ്റെ കൂടെ -an വയ്ക്കുമ്പോൾ an-ൻ്റെ -an എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാൻ അഡിറ്റീവ് ഇൻവേഴ്സ് കൊടുക്കാൻ കാരണം അതൊരു നൊട്ടേഷൻ മാത്രമാണ്, അതായത് ഇൻവേഴ്സ് ആണെന്ന് കാണിക്കാനുള്ളൊരു നൊട്ടേഷൻ. നമ്മൾ ഇൻവേഴ്സുകളുടെ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ അതേ പ്രോപ്പർട്ടി കാണിക്കുന്നത് കാരണം അതിൻ്റെ ഇൻവേഴ്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു നൊട്ടേഷനാണ് നമ്മൾ ഇൻവേഴ്സ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് an-നെ നമ്മൾ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് an ഈസ് ഡിനോട്ടഡ് ബൈ -a. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് an-നെ നമ്മൾ എന്ത് പറയും, എന്ത് ഡിനോട്ട് ചെയ്യും? an റേസ് ടു -1 അല്ലെങ്കിൽ റെസിപ്രോക്കൽ ഓഫ് an, അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 × 1/5 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ആ ഒരു 1/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 റേസ് ടു -1, ആ ഒരു നൊട്ടേഷനാണ് നമുക്കിവിടെ an റേസ് ടു -1 എന്ന് പറഞ്ഞ നൊട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ an-ൻ്റെ ഏതെങ്കിലും ഒരു കോൺഗ്രൻസ് ക്ലാസ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1n കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാൻ സാധിക്കും? ഇറ്റ് ഈസ് കോൾഡ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് an എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ അഡിറ്റീവ് ഇൻവേഴ്സ് ആണെങ്കിൽ ഇതിനെ നമുക്ക് വേറൊരു പേരും കൂടെ പറയും. an is said to be a unit element. Okay, then an is said to be a unit element or unit of Zn, unit element of Zn, അല്ലെങ്കിൽ invertible element of Zn, ഇൻവേർട്ടിബിൾ എലമെൻറ്റ് ഓഫ് Zn. ഇൻവേർട്ടിബിൾ എലമെൻ്റ് എന്ന് പറയാൻ കാരണം അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ യൂണിറ്റ് എലമെൻ്റ് എന്ന് പറയാൻ കാരണം അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ യൂണിറ്റ് എലമെൻറ്റ് അല്ലെങ്കിൽ ഇൻവേർട്ടിബിൾ എലമെൻ്റ് എന്ന് നമ്മൾക്ക് വിളിക്കാം. ഓക്കെ, ഞാനിപ്പോൾ Z6 കൺസിഡർ ചെയ്യുകയാണ്. Z6 എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 0, 6 ആണ് ഒരു ക്ലാസ്, 1, 6 അടുത്ത ക്ലാസ്, 2, 6 അടുത്ത ക്ലാസ്, 3, 6 അടുത്ത ക്ലാസ്, പിന്നെ 4, 6 അടുത്ത ക്ലാസ്, പിന്നെ 5, 6 അടുത്ത ക്ലാസ്. ഓക്കെ, സോ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 26.36 അതിന് എന്ത് കിട്ടും നമുക്ക്? 26.36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 3 6, ദാറ്റ് ഈസ് 6 ആണ്. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഏത് ക്ലാസ്സിലാണോ അതാണ് 6, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 0, 6 ആണ്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2, 6 എന്ന് പറയുന്ന ക്ലാസ് നമുക്ക് Z6ൻ്റെ ക്ലാസ്സുകളെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. 0, 1, 2, 3, 4, 5. ഇതാണ് നമ്മുടെ Z6ലെ ക്ലാസ്സുകളെല്ലാം. Z6ൻ്റെ ക്ലാസ്സുകളാണിത്. ഇതിൻ്റെ താഴെ 6, 7, 8, 9, 10, 11, പിന്നെ അതേപോലെ തന്നെ 12, 13, 14, 15, 16, 17 അങ്ങനെ പോകുന്ന ക്ലാസ്സുകളാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 26 എന്ന് പറയുന്ന ഈ ക്ലാസ്സും 36 എന്ന് പറയുന്ന ഈ ക്ലാസ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു എന്ന് ഓർക്കുക. ഈ രണ്ട് ക്ലാസ്സുകളും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? 26 എന്ന് പറയുന്ന ക്ലാസ്സും 36 എന്ന് പറയുന്ന ക്ലാസ്സും മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആയത് കാരണം ദിസ് ഈസ് ഈക്വൽ ടു 6, ദാറ്റ് ഈസ് 6 × 6 എന്ന് പറയുന്ന വാല്യൂയിലേക്ക് എത്തും. 6 × 6 എന്ന് പറയുന്നത് എന്താണ്? 6 is equal to 0, 6. കാരണം 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ 0 ആണ്. സോ 0, 6 ആണ്. ദാറ്റ് മീൻസ് 26 is a divisor of 0. So 26 can be called a divisor of 0. Divisor of 0. ഓക്കെ, ഡിവൈസർ ഓഫ് 0 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ 4, 6നെ വേറൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് കിട്ടില്ല?
06 കിട്ടില്ല. 06 കിട്ടാനായിട്ട് 10നെ അല്ലെങ്കിൽ 4നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 6 ഒന്നെങ്കിൽ 4നെ 6 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 4 × 3നെ വേണമെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. സോ 4 എന്ന് പറയുന്നത് ഒരു ഡിവൈസർ ഓഫ് 0 ആണ്. പക്ഷേ 5 എന്ന് പറയുന്ന ഒരു ഡിവൈസർ ഓഫ് 0 അല്ല. കാരണം 5 ക്ലാസ്സിനെ നമുക്ക് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ 06 കിട്ടുകയുള്ളൂ. അപ്പോൾ 56 എന്ന് പറയുന്ന കോൺഗ്രുവൻസ് ക്ലാസ് എന്തല്ല, ഒരു ഡിവൈസർ ഓഫ് 0 അല്ല. ഇത് ഒരു ഡിവൈസർ ഓഫ് 0 ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ നോക്കുകയാണ്. ഞാൻ കൺസിഡർ ചെയ്യുന്നത് 16 ആണ്, അല്ലെങ്കിൽ 56 എടുത്തു എന്ന് വെച്ചോ. 56 എന്ന് പറയുന്നത് ഏതാണ്? 56 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ്, ഫോർ എക്സാമ്പിൾ ഇവിടെ എന്തായിരിക്കും, നമുക്ക് -1, 5, 11, 17 അങ്ങനെ പോകുന്ന ക്ലാസ്സാണ് അല്ലേ. പിന്നെ ഇവിടെ -1ൻ്റെ കൂടെ അപ്പുറത്ത് എന്തായിരിക്കും, -7 ആയിരിക്കും അല്ലേ. -7, -1, +5, 11, 17 എക്സെട്ര. ഇതായിരിക്കും നമ്മുടെ Z56 എന്ന് പറയുന്ന ക്ലാസ്. 56 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 56നെ നമുക്ക് എന്താണ്, ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, 16 കിട്ടുക എന്ന് നോക്കാം. സോ 56നെ നമുക്ക് 56നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഓഫ് കോഴ്സ് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ അല്ലേ. ബിക്കോസ് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ട, നമുക്ക് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 56.16 എന്താണെന്ന് നോക്കാം. 1 ദാറ്റ് ഈസ് 1, 7, പിന്നെ 13 അങ്ങനെ പോകുന്ന ക്ലാസ്സാണ്. സോ മൈനസ്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ -5, അതേപോലെ തന്നെ -11 ഇങ്ങനെ പോകുന്ന ക്ലാസ്. അപ്പോൾ ഇത് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ യു ഹാവ്? 16. ഇവിടെ 1 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. സോ 56ൻ്റെ കൂടെ നമ്മൾ 16 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 56.16 ഈസ് ഈക്വൽ ടു, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 × -1 അല്ലെങ്കിൽ 16 തന്നെ നമുക്ക് കിട്ടും അല്ലേ. 5 × -5 അല്ലെങ്കിൽ 7 × 5 ദാറ്റ് ഈസ് 7 × 5 is 35, ദാറ്റ് ഈസ് -1. -1 എന്ന് പറയുന്നത് 5 ആണ് അല്ലേ. ഓക്കെ, സോ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 16 itself. സോ ദാറ്റ് മീൻസ് ദിസ് ഈസ് ആൻ ഇൻവേഴ്സ് ഓഫ് ദിസ് 1. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണെന്ന് പറയുന്നത് എന്താണ്? വേറൊരു കുറച്ചുകൂടി ക്ലിയർ എക്സാമ്പിൾ പറയാം. വേറൊരു എക്സാമ്പിൾ ദാറ്റ് ഈസ് Z7 നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, Z7 എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഓൾറെഡി അറിയാം നമുക്ക്. 0, 7, 1, 7 ഇതിൽ ഇഷ്ടംപോലെ ഇൻവേഴ്സുകൾ കിട്ടും, അതുകൊണ്ടാണ് 2, 7 എക്സെട്ര. 6, 7 എന്ന് പറയുന്നതാണ് നമ്മുടെ എന്താണ് Z7 എന്ന് പറയുന്നത്. ഓക്കെ, 6, 7 ഇത്രയും സാധനങ്ങളാണ് നമുക്ക് Z7-ലുള്ളത്. ഓക്കെ, ഐ ആം ടേക്കിംഗ് AN ടു ബി. ഒരു AN എന്ന് പറയുന്നത് ഞാനിവിടെ 2, 7 ആയിട്ട് എടുത്തു. 2, 7. ഓക്കെ, 2, 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ക്ലാസ്? 2, 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 9, 16 അങ്ങനെ പോകും. ഇപ്പുറത്തേക്ക് വരുമ്പോൾ -5, -12 അങ്ങനെ വരുന്ന ക്ലാസ്. സോ ദിസ് ഇസ് 2, 7 എന്ന് പറയുന്ന ക്ലാസ്. ആൻഡ് BN എന്ന് പറയുന്ന ക്ലാസ് ഞാൻ എടുക്കുന്നത് 2 × 4. ഓക്കെ, 4, 7 എടുത്തു. സോ 4, 7 എടുത്തു കഴിഞ്ഞാൽ 4, 7 എന്ന് പറയുന്ന ക്ലാസ് 4 ആണ്. സോ -10, -3, 4, 11, 18 ഇങ്ങനെ പോകുന്ന ക്ലാസ്സാണ്. ഓക്കെ, ഞാൻ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കാം. സോ -5 × -3 ദാറ്റ് ഈസ് ഈക്വൽ ടു 15. 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 n ആണ്, അത് ദാറ്റ് ഈസ് 1 വരുന്ന ക്ലാസ്സാണ്. അല്ലെങ്കിൽ 4 × 2 8, അല്ലെങ്കിൽ 9 × -3 അങ്ങനെ ഏത് തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താലും ഇത് തമ്മിലുള്ള എലമെൻറ്റ്സ് എങ്ങനെ വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്തോട്ടെ, നമുക്ക് കിട്ടുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 1n എന്ന് പറയുന്ന അല്ലെങ്കിൽ 17 എന്ന് പറയുന്ന കോൺഗ്രുവൻസ് ക്ലാസ്സിലെ എലമെൻറ്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, സോ ദാറ്റ് മീൻസ് 1n എന്ന് പറയുന്നത് നമുക്ക് 17 എന്ന് പറയുന്നത് കിട്ടാനായിട്ട് നമ്മൾ എന്ത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 2, 7ഉം 4, 7ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 17 എന്ന് പറയുന്ന ക്ലാസ് കിട്ടുന്നു. സോ ദാറ്റ് മീൻസ് 2, 7 എന്ന് പറയുന്ന കോൺഗ്രുവൻസ് ക്ലാസ്സിൻ്റെ ഇൻവേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? 4, 7 എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ചും എഴുതാം, ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നോക്കിയാലും മതി. 2, 7 × 4, 7 എന്ന് പറയുന്നത് എന്താണ്? 2 × 8 ദാറ്റ് ഈസ് 8, 7 ആണ്. 8, 7 എന്ന് പറഞ്ഞാൽ 8നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ്? 1 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 17 itself. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന കോൺഗ്രുവൻസ് ക്ലാസ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ വേറൊരു കോൺഗ്രുവൻസ് ക്ലാസ് ഞാൻ എടുത്തു, 3, 7 എടുത്തു. സോ 3, 7നെ ഞാൻ 5, 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു.
What will we get? 3 7 into 5 7 is 3 into 5, that is 15 7. 15 7 എന്ന് പറഞ്ഞാൽ 15നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ടൈംസ് പോകും, 14 പോയി, ബാക്കി റിമൈൻഡർ എന്ത് കിട്ടും? 1 കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 7. സോ 3 7ൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? 5 7 ആണ്. ഓക്കെ, സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്, ഇൻവേഴ്സ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊപ്പോസിഷൻ ഉണ്ട്. ഒരു എൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്ന് വിചാരിക്കുക. ഇറ്റ്സ് ലെറ്റ് എൻ ബി എ പോസിറ്റീവ് ഇൻറ്റിജർ. ദെൻ ദ കോൺഗ്രുവൻസ് ക്ലാസ് എ എൻ ഹാസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി സി ഡി ഓഫ് എ ആൻഡ് എൻ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, എനി നോൺ സീറോ എലമെൻറ്റ് ഇൻ ഇസഡ് എൻ ഈസ് ഐദർ എ ഡിവൈസർ ഓഫ് സീറോ or a multiplicative or invertible element of Zn. Divisor of 0 or invertible element of Zn. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു തിയറമാണ്. എൻ എന്ന് പറയുന്ന ഒരു പ്രൊപ്പോസിഷനാണ്. എൻ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ, എ എൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ എ എൻ ഈസ് എ യൂണിറ്റ് ഇൻ Zn, യൂണിറ്റ് ഇൻ Zn ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുള്ള പ്രൂഫാണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി സി ഡി ഓഫ് എ ആൻഡ് എൻ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നമ്മൾ നോക്കാനാണെങ്കിൽ, പ്രൂഫ് നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എ പാർട്ടാണ്. അതായത് ജി സി ഡി ഓഫ് എ എൻ എന്ന് പറയുന്നത് യൂണിറ്റ് ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി സി ഡി ഓഫ് എ ആൻഡ് എൻ ഈസ് ഈക്വൽ ടു 1. ജി സി ഡി ഓഫ് എ ആൻഡ് എൻ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ മാത്രമേ എ എൻ എന്ന് പറയുന്നത് യൂണിറ്റ് ആവുകയുള്ളൂ. ഓക്കെ, അത് രണ്ട് സൈഡിലേക്കുള്ള പ്രൂഫാണ്. ഓക്കെ, അതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും? സപ്പോസ് എ എൻ ഈസ് എ യൂണിറ്റ് എലമെൻറ്റ്. എ എൻ എന്ന് പറയുന്നത് യൂണിറ്റ് എലമെൻ്റ് ആണെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് എ എന്നിന് എന്തുണ്ട്? എ എൻ ഡോട്ട് ബി എൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0 ഫോർ ബി എൻ ഈസ് ഈക്വൽ ടു 1n ഫോർ സം ബി എൻ, അല്ലേ? അതാണ് യൂണിറ്റ് എലമെൻറ്റിൻ്റെ ഡെഫിനിഷൻ. യൂണിറ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേഴ്സ് ഉണ്ടെന്ന് പറയാൻ സാധിക്കും. സോ എ എൻ ഡോട്ട് ബി എൻ ഇസ് ഈക്വൽ ടു 1n എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കും. അല്ലെങ്കിൽ എ ബി എൻ എന്ന് പറയുന്നതും 1n എന്ന് പറയുന്നതും സെയിം ആണ്. ഓർ ബൈ ദ ഡെഫിനിഷൻ ഓഫ് കോൺഗ്രുവൻസ് ക്ലാസ് എ ബി ഈസ് കോൺഗ്രുവൻ ടു 1 mod n, അല്ലേ? എ ബി ഈസ് കോൺഗ്രുവൻ ടു 1 mod n എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കും. ബൈ ദ ഡെഫിനിഷൻ ഓഫ് കോൺഗ്രുവൻസ് ക്ലാസ്, നമ്മൾ ഓൾറെഡി കോൺഗ്രുവൻസ് ക്ലാസിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് എ ബി എൻ ഇസ് ഈക്വൽ ടു 1n ക്യാൻ ബി റിട്ടൺ ആസ് എ ബി ഈസ് കോൺഗ്രുവൻ ടു 1 mod n. By the definition of congruence, AB is equal to n into some integer plus 1, because 1 is the remainder obtained when AB is divided by 1. So n cube plus 1 എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കും. Or in other words, AB plus n into minus q is equal to 1. ഞാൻ എൻ ക്യൂവിനെ അപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എ ബി പ്ലസ് എൻ ഇൻറ്റു മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതാൻ സാധിക്കും. ദിസ് ഈസ് ഓഫ് എ ഫോം ലീനിയർ ഡയഫൻഡൈൻ ഇക്വേഷൻ എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു 1. അങ്ങനെ എഴുതാൻ സാധിക്കുമെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ജി സി ഡി ഓഫ് എ ആൻഡ് എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. കാരണം റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഏതാണ്? എയും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ വി മസ്റ്റ് ഹാവ് സം ഇൻറ്റിജേഴ്സ് ബി ആൻഡ് ക്യൂ സച്ച് ദാറ്റ് എ ബി പ്ലസ് എൻ ഇൻറ്റു ക്യൂ ഓർ എൻ ഇൻറ്റു മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു 1. അത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് എയും എന്നും റിലേറ്റീവ്ലി പ്രൈം ആവണമെങ്കിൽ ഇതുപോലെ എഴുതാൻ സാധിക്കണം. അപ്പോൾ എയും ബിയും റിലേറ്റീവ്ലി യൂണിറ്റ് എലമെൻ്റ് ആണെങ്കിൽ റിലേറ്റീവ്ലി പ്രൈം ആവാനായിട്ട് ഇതുപോലെ എഴുതണം. ഇതുപോലെ തന്നെ തിരിച്ചും നമുക്ക് പറയാൻ സാധിക്കും, അല്ലേ? എ ബി എന്ന് പറയുന്നത് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും? എ ബി പ്ലസ് എൻ ക്യൂ എന്ന് പറയുന്ന എൻ ഇൻറ്റു മൈനസ് ക്യൂ എന്ന് പറയുന്ന 1 കിട്ടും. ഓർ എ ബി ഇസിക്കൽ ടു എൻ ക്യൂ പ്ലസ് 1 എന്ന് എഴുതാം. അല്ലെങ്കിൽ എ ബി ഇസ് കോൺഗ്രുവൻ ടു 1 mod n എന്ന് എഴുതാം. അങ്ങനെ തിരിച്ച് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്കുള്ളതും നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ബൈ ദ കണ്ടീഷൻ ഓഫ് റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സ് എ ആൻഡ് എൻ വി ക്യാൻ റൈറ്റ് ദിസ് 1. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ യൂണിറ്റ് എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ എൻ്റെയും ജി സി ഡിയും എന്നിൻ്റെയും ജി സി ഡി 1 ആയിരിക്കും. അതേപോലെ തന്നെ ജി സി ഡി ഓഫ് എയും എന്നും 1 ആണെങ്കിൽ ഇസഡ് എന്നിൽ എന്തായിരിക്കും? എ എൻ വിൽ ബി എ യൂണിറ്റ് എലമെൻറ്റ്. ഇതാണ് ആദ്യത്തെ പ്രൂഫ് നമുക്ക് കാണിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രൂഫാണത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് കാണിക്കാനുള്ളത് എന്താണ്? ഇസഡ് എൻ എന്ന് പറയുന്നതിൽ ഒന്നെങ്കിൽ ഒരു ഡിവൈസർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻവേഴ്സ് എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എൻ എന്ന് പറയുന്നത് എൻ എന്ന് പറയുന്നത് നമുക്ക് ബി പാർട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്. എൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയത് കാരണം എന്നിൻ്റെ ഒരു എലമെൻ്റ് ആണ്. എ എന്ന് പറയുന്നത്
ഒരു കോൺഗ്രുവൻസ് ക്ലാസ് ആണെന്ന് വിചാരിക്കുക. അസ്യൂം ദാറ്റ് എ എൻ റെപ്രസെൻ്റ് എ നോൺ സീറോ കോൺഗ്രുവൻസ് ക്ലാസ്. ഇഫ് ജി സി ഡി ഓഫ് എ ആൻഡ് എൻ, ഇപ്പോൾ ജി സി ഡി ഓഫ് എയും എന്നും ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് എ പാർട്ട് വെച്ചിട്ട് പറയാം എ എൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു യൂണിറ്റ് എലമെൻ്റ് ആണ്, ദാറ്റ് ഈസ് ഇൻവേഴ്സ് ഉള്ള എലമെൻ്റ് ആണെന്നുള്ളത് ഫസ്റ്റ് പാർട്ട് വഴി നമുക്ക് ട്രിവിയലാണ്. അപ്പോൾ ജി സി ഡി ഓഫ് എയും എന്നും 1 അല്ലെങ്കിൽ, ഇഫ് ജി സി ഡി ഓഫ് എയും എന്നും 1 അല്ലെങ്കിൽ അതിലെന്തുണ്ടെന്ന് കാണിക്കണം നമ്മുടെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട്, ഐദർ ആൻ ഇൻവേർട്ടിബിൾ എലമെൻറ്റ് ഓർ എ ഡിവൈസർ ഓഫ് 0. അപ്പോൾ ഇവിടെ ഇൻവേർട്ടിബിൾ എലമെൻറ്റ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ ജി സി ഡി ഓഫ് എ ആൻഡ് എൻ 1 ആണ്. ദാറ്റ് മീൻസ് for any class an, if GCD of a and n is equal to 1, it is surely a unit element. So if GCD of a and n is not equal to 1, we have to show that this is not a unit element, it is a divisor of 0. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു കേസിൽ എ എൻ എന്ന് പറയുന്നത് നമുക്ക് കാണിക്കാനുള്ളത്, എ എൻ എന്ന് പറയുന്നത് എന്താണെന്ന് കാണിക്കണം. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എ എൻ ഈസ് എ ഡിവൈസർ ഓഫ് 0. ഇതാണ് നമുക്ക് കാണിക്കാനുള്ളത്. ഡിവൈസർ ഓഫ് 0 ആണെന്ന് നമ്മൾ കാണിച്ചാൽ മതി ഈ തിയറം പ്രൂവ് ചെയ്യാനായിട്ട്. ഡിവൈസർ ഓഫ് 0 ആവാനായിട്ട് എന്താണ് നമുക്ക് വേണ്ടത്, എ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ബി എൻ കണ്ടുപിടിക്കണം, സച്ച് ദാറ്റ് എ എൻ ഇൻറ്റു ബി എൻ ഈസ് ഈക്വൽ ടു 0n. അപ്പോൾ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സപ്പോസ് എ എൻ ഇസ് ജി സി ഡി ഓഫ് എ എൻ നോട്ട് ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് വി ആർ ടേക്കിംഗ് ജി സി ഡി ഓഫ് എ ആൻഡ് എൻ ടു ബി, ഐ ആം ടേക്കിംഗ് ജി സി ഡി ഓഫ് എ ആൻഡ് എൻ ടു ബി സം ഡി. ഓക്കെ, ആൻഡ് ഡി ഈസ് ഗ്രേറ്റർ ദാൻ 1. And I am taking it to be less than n. Surely it will be less between 1 or n, and I am taking it to be a number between 1 and n. So greatest common divisor ആയത് കാരണം d will divide n and d will divide a. Surely d will divide n and d will divide a, being a GCD. Okay, so n can be written as some k into d and a can be written as some l into d for some integers l and k. Okay, because d divides n and d divides a, so n is equal to k into d and a is equal to l into d. So that means there are elements, we can find elements or we can find classes kn and ln to be the non-zero elements in Zn. That means kn and ln are non-zero elements in Zn. കാരണം n എന്ന് പറയുന്നതും a എന്ന് പറയുന്നതും n എന്ന് പറയുന്നതും a എന്ന് പറയുന്നതും നോൺ സീറോ ഇൻറ്റീജേഴ്സ് ആയത് കാരണം d എന്ന് പറയുന്നതും 0 അല്ലാത്തത് കാരണം നമുക്ക് kയും lഉം നമുക്ക് Znൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, പക്ഷേ an ഇൻറ്റു kn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വിൽ യു ഗെറ്റ്, an ഇൻറ്റു kn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an ഇൻറ്റു ഓർ കെ എന്നിനെ നമുക്ക് എൽ എൻ ഇൻറ്റു ഡി എൻ എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കും. എ എൻ ഇസ് ഈക്വൽ ടു ഓർ എ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കണം. കാരണം ദിസ് ഇസ് എൽ ഡി എൻ ഇൻറ്റു കെ എൻ എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കും അല്ലേ, എ എൻ ഇൻറ്റു കെ എൻ. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്നത് ഐ എം ടേക്കിംഗ് എ എൻ ഇൻറ്റു കെ എൻ. അപ്പോൾ ഇവിടുത്തെ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എൻ ഇൻറ്റു നമ്മളിവിടെ ഡിവൈസർ ഓഫ് അല്ലെങ്കിൽ ഡിവൈസർ ഓഫ് 0 കാണിക്കാനായിട്ടാണ് ഞാൻ എ എൻ ഇൻറ്റു കെ എൻ എടുത്തത്. അപ്പോൾ എ എന്ന് പറയുന്നതിന് എൽ ഇൻറ്റു ഡി എന്ന് എഴുതാൻ സാധിക്കും. എൽ ഇൻറ്റു ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഇൻറ്റു ഡി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ എൻ ഇൻറ്റു ഡി എൻ ഇൻറ്റു കെ എൻ ആണ്. ഓക്കെ, എൽ എൻ ഇൻറ്റു ഡി എൻ ഇൻറ്റു കെ എൻ ആണ്. എൽ എൻ ഇൻറ്റു ഡി എൻ ഇൻറ്റു കെ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും, ദിസ് ഇസ് നത്തിങ് ബട്ട് എൽ എൻ ഇൻറ്റു കെ എൻ ഇൻറ്റു ഡി എൻ അല്ലേ. ഇതിനെ നമുക്ക് കെ എൻ ഇൻറ്റു ഡി എൻ എഴുതാൻ സാധിക്കും. ബട്ട് കെ എൻ ഇൻറ്റു ഡി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ഡി എൻ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഈക്വൽ ടു എൻ എൻ. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് 0n. കാരണം n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ, എന്നിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഏതാണ്, 0 ആണ് ഒബ്വിയസ്ലി അല്ലേ. സോ an ഇൻറ്റു കെ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എൽ ഡി ഇൻറ്റു എൻ എന്ന് എഴുതാൻ സാധിക്കും ഫ്രം ദിസ് ഇക്വേഷൻ. ആൻഡ് എൽ ഡി ഇൻറ്റു കെ എൻ ക്യാൻ ബി റിട്ടൺ ആസ് എൽ എൻ ഇൻറ്റു ഡി എൻ ഇൻറ്റു കെ എൻ. ആൻഡ് ഡി എൻ ഇൻറ്റു കെ എൻ ഓർ കെ എൻ ഇൻറ്റു ഡി എൻ ക്യാൻ ബി റിട്ടൺ ആസ് എൻ എൻ ആൻഡ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 0n. അപ്പോൾ എ എന്നിൻ്റെ ഒപ്പം ഒരു കെ എൻ എന്ന് പറയുന്ന ഇസഡനിലെ ഒരു എലമെൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 0n കിട്ടി. എ എന്നിനോട് ഒരു നോൺ സീറോ കോൺഗ്രുവൻസ് ക്ലാസ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 0n കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, വി ആർ ഷോയിങ് ദാറ്റ് എ എൻ ഈസ് എ ഡിവൈസർ ഓഫ് 0. ഓക്കെ, സോ അത് നമുക്ക് എന്ത് കിട്ടി, ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. ദാറ്റ് മീൻസ് ഇസഡൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇസഡനിൽ ഒന്നെങ്കിൽ നമുക്ക് യൂണിറ്റ് എലമെൻസുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഡിവൈസേഴ്സ് ഓഫ് 0 ഉണ്ടാവും. സോ
സോ യൂണിറ്റ് എലമെൻറ്റ്സ് ഉണ്ടാവാൻ എന്ത് വേണം എന്നുള്ളതാണ് ഫസ്റ്റ് കേസിൽ പറയുന്നത്, GCD ഓഫ് A ആൻഡ് N 1 ആവണം. അല്ലെങ്കിൽ അല്ലാത്ത കേസിലൊക്കെ അവിടെ ഇസഡനിൽ എന്തുണ്ടാവും, ഡിവൈസസ് ഓഫ് സീറോ. സോ ഇസഡനിൽ എപ്പോഴും 2 തരത്തിലുള്ള കോൺഗ്രുവൻസ് ക്ലാസ്സുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒന്നെങ്കിൽ ഡിവൈസസ് ഓഫ് സീറോ ആയിട്ടുള്ള എലമെൻറ്റ്സ്, അല്ലെങ്കിൽ ഇൻവേർട്ടിബിൾ എലമെൻറ്റ്സ്, അല്ലെങ്കിൽ യൂണിറ്റ് എലമെൻറ്റ്സ്. അത് ഏതൊക്കെ കേസുകളാണ്? GCD ഓഫ് A യും N ഉം 1 ആയിട്ടുള്ള കേസുകളിലാണ് ഇൻവേർട്ട് എലമെൻറ്റ്സ് ഉണ്ടാവുക. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൂഫാണ്. അതിനോട് ബേസ് ചെയ്തിട്ടുള്ളൊരു കൊറോളറി ഉണ്ട്, സിമ്പിളായിട്ടുള്ളൊരു കൊറോളറിയാണത്. എല്ലാവരും ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. ബിക്കോസ് അത് ഈ ഒരു തിയറത്തിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കൊറോളറിയാണ് നെക്സ്റ്റ് ഉള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്താണ് ഡിവൈസർ ഓഫ് സീറോ എന്ന് പറയുന്നതും ഇൻവേർട്ടിബിൾ എലമെൻറ്റ്സും വെച്ചിട്ടുള്ള ഒരു തിയറം. അതാണ് നമ്മൾക്കിവിടെ മെയിനായിട്ട് പറഞ്ഞത്. ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിരുന്നു ഡിവൈസസ് ഓഫ് സീറോയുടെ. അതേപോലെ തന്നെ ഇൻവേർട്ടിബിൾ എലമെൻറ്റ്സ് അല്ലെങ്കിൽ യൂണിറ്റ് എലമെൻറ്റ്സിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞിരുന്നു. ഇസഡനിലുള്ള മൾട്ടിപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള 2 ഡെഫിനേഷനും തിയറവുമാണ് നമുക്ക് പറഞ്ഞത്. കൂടുതൽ കാര്യങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.